WCC അംഗങ്ങൾ അല്പസമയത്തിനകം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ കൈമാറും. ദീദി ദാമോദരൻ, റിമ കല്ലിങ്കൽ, ബീന പോൾ ഉൾപ്പെടെയുള്ളവരാണ് മുഖ്യമന്ത്രിയെ കാണുക. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉടൻ SITക്ക് കൈമാറാനാണ് സർക്കാർ തീരുമാനം. വിവരങ്ങളുമായി ആർ റോഷിപാൽ നമുക്കൊപ്പം. റോഷിപാൽ, മന്ത്രിസഭായോഗം കഴിഞ്ഞാലുടൻ WCCക്കുള്ള അപ്പോയിന്റ്മെന്റ് ആണോ മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്? കോടതി നിർദ്ദേശമനുസരിച്ചുള്ള തുടർ നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണോ? ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് WCCയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഒന്ന്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ WCCയുടെ പ്രതിനിധികൾ, അതിൽ ചില പ്രതിനിധികളെ ചുമതലപ്പെടുത്തിയിരുന്നു ഈ റിപ്പോർട്ട് പഠിക്കാൻ. ഇതിന്റെ നിയമസാധുത, ഏതെങ്കിലും തരത്തിൽ നിയമപോരാട്ടം WCCയുടെ ഭാഗത്ത് നിന്ന് നടത്തണമെങ്കിൽ ആ കാര്യം ഉൾപ്പെടെ പരിശോധിച്ച് ഇനി എന്ത് തുടർ നടപടി സ്വീകരിക്കണം എന്നത് പരിശോധിക്കാനായിരുന്നു WCC തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംഘം, അഞ്ജലി മേനോൻ, അതേപോലെ തന്നെ പത്മപ്രിയ അടക്കമുള്ള ഒരു സംഘത്തെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും വായിച്ചു പഠിക്കാനുള്ള ചുമതല ഗീതു മോഹൻദാസ് അടക്കമുള്ള സംഘമാണ്. അവർ ഈ കാര്യങ്ങൾ പരിശോധിച്ച് അതിനുശേഷമാണ് ഇത്തരമൊരു റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഒരു നിർദ്ദേശങ്ങൾ സർക്കാരിന് ഈ റിപ്പോർട്ടിൽ ഇനി എന്ത് നടപടി സ്വീകരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശങ്ങളാണ് WCC തയ്യാറാക്കി ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, WCCയുടെ ആവശ്യപ്രകാരമാണ് സംസ്ഥാന സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ സിനിമാ മേഖലയിലുള്ള ചൂഷണങ്ങൾ, അത് ലൈംഗിക അതിക്രമങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കാനായി അങ്ങനെ ഒരു കമ്മിറ്റിയെ തന്നെ ചുമതലപ്പെടുത്തിയത്. ആ കമ്മിറ്റി 2019 ഡിസംബർ 31 സമർപ്പിച്ച റിപ്പോർട്ടാണ്. അത് 4.5 വർഷത്തിന് ശേഷം പുറത്തു വന്നപ്പോൾ അതിൽ ഉള്ള പ്രതികരണമാണ് രേഖാമൂലം ഇപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നൽകുന്നത് സർക്കാരിന്. മുഖ്യമന്ത്രിക്ക് അല്പസമയത്തിനകം കൈമാറും. ക്യാബിനറ്റ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ മുഖ്യമന്ത്രിയെ ഈ സംഘം കാണും. സംഘത്തിൽ ദീദി ദാമോദരൻ, ഒപ്പം രേവതി, റീമ കല്ലിങ്കൽ, ബീന പോൾ അടക്കമുള്ളവരുണ്ട്. അഞ്ജലി മേനോൻ അടക്കമുള്ള സംഘമാണ്. അവർ കണ്ടതിനു ശേഷം മുഖ്യമന്ത്രി കാര്യങ്ങൾ ധരിപ്പിച്ച് അവർ മടങ്ങും. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച, ഒന്ന്, DGPക്ക് അടുത്ത ദിവസം തന്നെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പകർപ്പ് സംസ്ഥാന സാംസ്കാരിക വകുപ്പ് കൈമാറുന്നുണ്ട്. അത് പൂർണ്ണമായ പകർപ്പാണ്. ആ പകർപ്പിൽ നിയമ നടപടികളിലേക്ക് നീങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോലീസ് എത്തും. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അവിടെ മൊഴി നൽകിയവർ ആ മൊഴി പോലീസിനും നൽകുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ ഈ സിനിമാ മേഖലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ക്രൂരമായ ക്രിമിനൽ പ്രവർത്തനങ്ങൾ, കുറ്റകൃത്യങ്ങൾ, അത് മുഴുവൻ നിയമവിധേയമാകും. അത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ഒരു വഴി ഒരുങ്ങും. ഏതായാലും ഈ കാര്യങ്ങളടക്കം ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സുജയ. റോഷിപാൽ, ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റിക്ക് മുന്നിലേക്ക് മൊഴി നൽകാനെത്തിയ സ്ത്രീകൾ, അവരിൽ പലരും WCCയുടെ പിന്തുണയോടുകൂടി എത്തിയവരാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ തുടർ പ്രക്രിയയുമായി SITക്ക് മുന്നിൽ അവർ നൽകുന്ന വിവരങ്ങളാണല്ലോ ഇനി അങ്ങോട്ട് ഈ അന്വേഷണത്തിലെല്ലാം നിർണായകമാകുക. കോടതിയും അവരുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് അവർ വെളിപ്പെടുത്തിയ കാര്യങ്ങളിൽ പരാതി നൽകുന്നുണ്ടോ അല്ലെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനല്ലേ നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ SITക്ക് മുന്നിലേക്ക് ഈ മൊഴി നൽകുന്നതിനായി എത്തിയ ആളുകളെ എത്തിക്കുക എന്നതും WCCക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ അവരുടെ ചർച്ചകൾ എങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നത്? ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമെന്ന പ്രതീക്ഷ ഒരു ഘട്ടത്തിൽ പോലും WCCക്ക് ഉണ്ടായിരുന്നില്ല. കാരണം പല തരത്തിൽ അവർ സമ്മർദ്ദം ചെലുത്തിയിരുന്നു ഈ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരാൻ. പക്ഷേ ആ ഘട്ടത്തിൽ സർക്കാർ അതിൽ സ്വകാര്യത ചൂണ്ടിക്കാണിച്ച് റിപ്പോർട്ട് പുറത്തുവിടാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിച്ചു. നിയമസഭയിൽ തന്നെ KK രമ MLA WCC അംഗങ്ങളാണ് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർത്താൻ ആവശ്യം ഉന്നയിച്ചത്. അങ്ങനെ 2 വട്ടം റിപ്പോർട്ട് പുറത്തുവിടാനുള്ള ആവശ്യം KK രമ MLA തന്നെ നിയമസഭയിൽ ഉന്നയിച്ചു. നേരത്തെ 1ാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ M സ്വരാജും സമാനമായ ആവശ്യം ഉന്നയിച്ചിരുന്നെങ്കിലും പക്ഷെ അന്ന് സാംസ്കാരിക കാര്യ മന്ത്രി AK ബാലൻ അന്ന് ഇത് റിപ്പോർട്ട് പിന്നീട് സമർപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാമെന്ന് പറഞ്ഞല്ലാതെ അതുമായി ബന്ധപ്പെട്ട തുറ നടപടി സ്വീകരിച്ചില്ല. ഏതായാലും സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നടത്തിയ ഇടപെടലിന്റെ പിന്നാലെ ഈ റിപ്പോർട്ട് ഭാഗികമായി പുറത്തു വന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിൽ ആ റിപ്പോർട്ട് പൂർണ്ണമായും പഠിച്ച് തയ്യാറാക്കിയ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ സമർപ്പിക്കുന്നത്. ഈ WCC അംഗങ്ങൾ ഇപ്പോൾ സമർപ്പിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ആ റിപ്പോർട്ട് കൈമാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കൂടിക്കാഴ്ച കഴിഞ്ഞ അല്പസമയത്തിനകം തന്നെ WCC അംഗങ്ങൾ പുറത്തേക്ക് വരും എന്ന സൂചനയുണ്ട്.